ഹരി ഓം. ഇന്ന് ശ്രീമന്നാരായണീയം 66-ാം ദശകം ഗോപീജനാഹ്ലാദനം എന്ന കഥയാണ് വർണ്ണിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകം. ഉപയാതാനാം സുതൃശാം കുസുമായുധബാണപാതവിവശാനാം അഭിവാഞ്ചിതം വിധാതും കൃതമതിരപിതാ ജഗാഥവാമമിവ. കുസുമായുധ ബാണപാത വിവശാനാം, കാമബാണമേറ്റ് പരവശമാരായി, ഉപയാതാനാം സുദൃശാം, തൻ്റെ അരികിലേക്ക് വന്നു ചേർന്ന സുന്ദരിമാരായ, അഭിവാഞ്ചിതം വിധാതും കൃതമതിഹി അപി, ഗോപികമാരുടെ ആഗ്രഹം സാധിപ്പിക്കുവാൻ ഉറച്ചിരുന്നിട്ടും, ത്വം താഹ വാമം ഇവ ജഗാഥ, അങ്ങ് അവരോട് ഇടത്തടിച്ച മട്ടിൽ അരുളി ചെയ്തു. രണ്ടാമത്തെ ശ്ലോകം. ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും ജഗിഥ കുലവധൂധർമ്മം ധർമ്മ്യം ഖലു തേ വചനം കർമ്മ തു നോ നിർമ്മലസ്യ വിശ്വാസ്യം. അർത്ഥം: ഗഗനഗതം മുനിനിവഹം, ആകാശത്ത് കാത്തുനിന്നിരുന്ന മഹർഷിമാരെ ശ്രാവയിതും ത്വം, കേൾപ്പിക്കുവാനായി അവിടുന്ന്, കുലവധൂധർമ്മം ജഗിഥ, കുലവധുക്കളുടെ ധർമ്മത്തെപ്പറ്റി പറഞ്ഞു. തേ വചനം ധർമ്മ്യം ഖലു, അവിടുത്തെ വാക്ക് ധർമ്മത്തിൽ നിന്ന് തെറ്റാത്തത് തന്നെ. നിർമ്മലസ്യ കർമ്മതോ നോ വിശ്വാസ്യം, പക്ഷേ അവിടുന്ന് നിഷ്കളങ്കനായകയാൽ അവിടുത്തെ പ്രവൃത്തിയാകട്ടെ വിശ്വസിപ്പാൻ തക്കതല്ല. മൂന്നാമത്തെ ശ്ലോകം. ആകർണ്യതേ പ്രദീപാം വാണീമേണീദൃശ പരം ദീന മാമാ കരുണാസിന്ധോ പരിത്യജേത്യതിചിരം വിലേപുസ്ത. അർത്ഥം: തേ പ്രദീപാം വാണീം ആകർണ്യ, അവിടുന്നെതിരു പറയുന്നത് കേട്ടിട്ട്, പരം ദീനാഹ താഹ ഏണീദൃശഃ, എത്രയും ദുഃഖിതകളായിത്തീർന്ന ആ സുന്ദരിമാരായ ഗോപികൾ, ഹേ കരുണാസിന്ധോ, അല്ലയോ ദയാവാരിധേ, മാമാ പരിത്യജ ഇതി അതിചിരം വിലേപുഹു, ഞങ്ങളെ പരിത്യജിക്കരുതേ എന്ന് വളരെ നേരം കരഞ്ഞു പറഞ്ഞു. നാലാമത്തെ ശ്ലോകം. താസാം രുദിതൈർലപിതൈ കരുണാകുലമാനസോ മുരാരേ ത്വം താഭിഃ സമം പ്രവൃത്തോ യമുനാ പുളിനേഷു കാമമഭിരന്തും. അർത്ഥം: ഹേ മുരാരേ, ത്വം താസാം രുദിതൈഹി ലപിതൈഹി, അല്ലയോ മുരാരിയായ ഭഗവാനെ, അവിടുന്ന് ആ ഗോപികളുടെ കരച്ചിലും ആവലാദികളും കൊണ്ട് കരുണാകുലമാനസഃ, മനസ്സലിഞ്ഞ്, താഭിഹി സമം, അവരോടുകൂടി, യമുനാപുളിനേഷു കാമം അഭിരന്തും പ്രവൃത്തഃ, കാളിന്തിയുടെ മണൽത്തിട്ടിൽ ഇഷ്ടം പോലെ വിഹരിക്കുവാൻ ആരംഭിച്ചു. അഞ്ചാമത്തെ ശ്ലോകം. ചന്ദ്രകരസ്യന്തലസത്സുന്ദരയമുനാ തടാന്തവീഥീഷു ഗോപീജനോത്തരീയൈർ ആപാദിതസംസ്തരോ നിഷീദസ്ത്വം. അർത്ഥം: ചന്ദ്രകരസ്യന്തലസത് സുന്ദര യമുനാതടാന്തവീഥീഷു, ഒഴുകുന്ന നിലാവുകൊണ്ട് അഴകേറിയ കാളിന്തിയുടെ കരയ്ക്കുള്ള പുളിനങ്ങളിൽ, ഗോപീജനോത്തരീയൈഹി ആപാദിത സംസ്തരഃ ത്വം ന്യഷീദ, ഗോപിമാരുടെ ഉത്തരീയങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിരിപ്പിൽ അവിടുന്ന് ഇരുന്നരുളി. ആറാമത്തെ ശ്ലോകം. സുമധുര നർമാലപനൈ കരസംഗ്രഹണൈശ്ച ചുംബനോല്ലാസൈ ഗാഢാലിംഗനസംഗൈ ത്വമംഗനാലോകമാകുലീച്ച കൃഷേ. അർത്ഥം: സുമധുര നർമാലപനൈ, മധുരമായ കളിവാക്കുകൾ കൊണ്ടും, കരസംഗ്രഹണൈഹി, കൈകൾ കോർത്തുപിടിച്ചും, ചുംബനോല്ലാസൈഹി, ചുംബനഭേദങ്ങൾ കൊണ്ടും,
ഗാഢാലിംഗന സംഗൈഹിച്ച മുറുകെ കെട്ടിപ്പുണർന്നുണ്ടാകുന്ന ശരീരസ്പർശങ്ങൾ കൊണ്ടും ത്വം അങ്കനാലോകം അവിടുന്ന് സ്ത്രീജനങ്ങളെ മുഴുവനും ആകുലീച്ച കൃഷേ ആനന്ദ തരളിതകളാക്കി. 7ാമത്തെ ശ്ലോകം. വാസോഹരണദിനേ യദ്വാസോഹരണം പ്രതിശ്രുതം താസാം തദപി വിഭോരസവിവശസ്വാന്താനാം കാന്തസുഭ്രുവാമദധാ. അർത്ഥം: ഹേ വിഭോ ഭഗവാനെ, രസവിവശ സ്വാന്താനാം സുഭ്രുവാം കാന്ത ത്വയാ, രസപരവശമായ മനസ്സുള്ളവരായ ആ സുന്ദരിമാർക്ക് കാന്തനുമായ ഭഗവാനെ അങ്ങയാൽ വാസോഹരണത്തിനെ വസ്ത്രാപഹരണം നടന്ന ദിവസം താസാം യദ് വാസോഹരണം പ്രതിശ്രുതം അവർക്ക് യാതൊരു വാസോഹരണം പ്രതിജ്ഞ ചെയ്യപ്പെട്ടിരുന്നുവോ താസാം തദപി അദധാഹ അതും ഇപ്പോൾ അവർക്ക് അനുഭൂതമാക്കി കൊടുക്കപ്പെട്ടു. 8ാമത്തെ ശ്ലോകം. കന്ദളിതഘർമലേശം കുന്ദമൃദുസ്മേരവക്ത്രപാഥോജം നന്ദസുതത്വാം ത്രിജഗത്സുന്ദരമുപഗുഹ്യ നന്ദിതാപാല. അർത്ഥം: ഹേ നന്ദസുത, നന്ദഗോപപുത്രനായ ഭഗവാനെ, കന്തളിത ഘർമ്മലേശം വിയർപ്പ് പൊടിഞ്ഞവനും കുന്ദ മൃദുസ്മേര വക്ത്രപാഥോജം മുല്ലപ്പൂ പോലെ മൃദുലമായ പുഞ്ചിരി തഞ്ചുന്ന തിരുമുഖ കമലത്തോടു കൂടിയവനും ത്രിജഗത് സുന്ദരം ത്വാം ഉപഗുഹ്യ ത്രിലോകസുന്ദരനുമായ നിന്തിരുവടിയെ ആലിംഗനം ചെയ്തിട്ട് ബാലാഹ നന്ദിതാഹ ആ ഗോപി ബാലകൾ ആനന്ദമനുഭവിച്ച് ധന്യമാരായി തീർന്നു. 9ാമത്തെ ശ്ലോകം. വിരഹേഷ്വംഗാരമയ ശൃംഗാരമയശ്ച സംഗമേ ഹി ത്വം നിതരാമംഗാരമയസ്തത്ര പുനഃസംഗമേപി ചിത്രമിതം. അർത്ഥം: ത്വം വിരഹേഷു അങ്കാരമയഃ അവിടുന്ന് വിരഹങ്ങളിൽ അങ്കാരമയനും തീക്കട്ടയും സംഗമേ ശൃംഗാരമയഃ ച ഹി സമാഗമങ്ങളിൽ ശൃംഗാരമയനും ആണെന്ന് പ്രസിദ്ധമത്രേ. തത്ര സംഗമേ അപി പുനഃ നിതരാം അങ്കാരമയഃ എന്നാൽ ഗോപികളുമായുണ്ടായ ആ സമാഗമത്തിലും അല്ലെങ്കിൽ സംഗമത്തിലും അങ്കാരമയനായി അരമയനായി രമിപ്പിക്കുന്നവനായി ഇതം ചിത്രം ഇത് എത്രയും വിചിത്രമായിരിക്കുന്നു. അംഗഃ അരമയഃ അല്ലയോ ഭഗവാനെ അങ്ങ് രമിപ്പിച്ചു. 10ാമത്തെ ശ്ലോകം. രാധാതുംഗപയോധര സാധുപരീരംഭലോലുപാത്മാനം ആരാധയേ ഭവന്തം പവനപുരാധീശ ശമയ സകലഗതാൻ. അർത്ഥം: ഹേ പവനപുരാധീശ അല്ലയോ ഗുരുവായൂരപ്പ, രാധാതുംഗ പയോധര സാധുപരീരംഭലോലുപാത്മാനം ഭവന്തം രാധാദേവിയുടെ ഉയർന്ന പയോധരങ്ങളെ കെട്ടിപ്പുണരുന്നതിൽ മനസ്സു മുഴുകിയിരിക്കുന്ന നിന്തിരുവടിയെ അഹം ആരാധയേ ഞാൻ ആരാധിക്കുന്നു. ത്വം മേ സകലഗതാൻ ശമയ അവിടുന്ന് എൻ്റെ എല്ലാ രോഗങ്ങളെയും ക്ഷമിപ്പിക്കണമേ. ഗോപിമാർ ഭഗവാന്റെ അടുത്ത് വന്നതിന് ശേഷം ഭഗവാൻ ഇടത്തടിച്ചതായി തോന്നുമെങ്കിലും വാസ്തവത്തിൽ അനുകൂലമായി അവരോട് പറയുവാൻ ഒരുങ്ങി. ആകാശത്ത് കാത്തുനിന്നിരുന്ന മഹർഷിമാരെ കേൾപ്പിക്കുവാനായി ഭഗവാൻ കുലവധുക്കളുടെ ധർമ്മത്തെ പറ്റി ഭംഗിയായി പറഞ്ഞു. ഭഗവാന്റെ വാക്ക് ധർമ്മത്തിൽ നിന്ന് തെറ്റാത്തത് തന്നെയാണ്. പക്ഷേ ഭഗവാന് ഒരു മാലിന്യവും ഏശാത്തതുകൊണ്ട് ഒരു കളങ്കവും ഏശാത്തതുകൊണ്ട് ഭഗവാൻ നിഷ്കളങ്കനാകയാൽ ഭഗവാന്റെ പ്രവൃത്തിയെ വിശ്വസിപ്പാൻ തക്കതല്ല. ധർമ്മപ്രചാരകന്മാരായ ഋഷിമാർ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാണ് ഭഗവാൻ
കുലവധുക്കളുടെ ധർമ്മം വിശദമായി ഉപദേശിച്ചത്. ഭഗവാന്റെ വചനമാണ് ധർമ്മ പ്രമാണം, അതായത് അടിസ്ഥാനം. ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രവൃത്തികളാണെങ്കിലോ മറ്റുള്ളവർക്ക് അനുകരണ യോഗ്യങ്ങളുമല്ല. കാരണം ഭഗവാൻ നിർമ്മലനാണ്. ഭഗവാന്റെ മേൽ ഒരു ചെളിയും വീശപ്പെടുകയില്ല. ഇത് നല്ലപോലെ മനസ്സിലാക്കേണ്ടതാണ്. വിശേഷിച്ചും രാസക്രീഡാദി കർമ്മങ്ങളെ കണ്ണടച്ച് വിമർശിക്കുന്നവർ. അനുകൂലമല്ലാത്ത ഭഗവാന്റെ നില ഗോപിമാരെ എങ്ങനെ ബാധിച്ചു എന്ന് പറയുന്നു. ഭഗവാൻ എതിരു പറയുന്നത് കേട്ട് എത്രയും ദുഃഖിതകളായിത്തീർന്ന ആ സുന്ദരിമാരായ ഗോപികൾ, അലയോ ദയാവാരിധേ, കാരുണ്യനിധേ, അവിടുന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ അരുതേ എന്ന് വളരെ നേരം കരഞ്ഞു പറഞ്ഞു. ഭഗവാൻ ഗോപികളുടെ കരച്ചിലും ആവലാതികളും കൊണ്ട് മനസ്സലിഞ്ഞ് അവരോടുകൂടി കാളിന്തിയുടെ മണൽത്തിട്ടിൽ ഇഷ്ടം പോലെ വിഹരിക്കാൻ ആരംഭിച്ചു. ഇതി വിക്ലപിതം താസാം ശ്രുത്വാ യോഗേശ്വരേശ്വര പ്രഹസ്യ സദയം ഗോപീരാത്മാരാമോപ്യരീരമത് എന്ന് ഭാഗവതത്തിൽ നിർദ്ദേശിച്ച അലൗകികമായ രമണമാണ് ഭഗവാൻ ആരംഭിച്ചത്. അതായത് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു വിഹാരമല്ല രാസക്രീഡ എന്നത്. അത് അലൗകികമാണ്, അതായത് ലോകത്തിലുള്ളതല്ല. ഒഴുകുന്ന നിലാവ് കൊണ്ട് അഴകേറിയ കാളിന്തിയുടെ കരയ്ക്കുള്ള പുളിനങ്ങളിൽ ഗോപിമാരുടെ ഉത്തരീയങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിരിപ്പിൽ ഭഗവാൻ ഇരുന്നരുളി. ചെവിക്ക് ആനന്ദം നൽകുന്ന മധുരമായ വാക്കുകൾ കൊണ്ടും കൈകൾ കോർത്തുപിടിച്ചും കളി കൊണ്ടും മുറിയെ കെട്ടിപ്പുണർന്നുണ്ടാകുന്ന ശരീരസ്പർശങ്ങൾ കൊണ്ടും ചുംബന ഭേദങ്ങൾ കൊണ്ടും ഭഗവാൻ എല്ലാ ഗോപിമാരെയും ഒരേ സമയത്ത് തന്നെ സന്തോഷവതികളാക്കി. അങ്ങനെ ഗോപിമാർക്കായി പ്രതിജ്ഞ ചെയ്യപ്പെട്ട ആവശ്യം ഭഗവാൻ ചെയ്തു കൊടുത്തു. നന്ദഗോപപുത്രനായ ഭഗവാനെ വിയർപ്പ് പൊടിഞ്ഞവനും മുല്ലപ്പൂ പോലെ മൃദുലമായ പുഞ്ചിരി തഞ്ചുന്ന തിരുമുഖ കമലത്തോടു കൂടിയവനും ത്രൈലോക്യസുന്ദരനുമായ നിന്തിരുവടിയെ ആലിംഗനം ചെയ്ത് ആ ഗോപികൾ ആനന്ദമനുഭവിച്ച് ധന്യമാരായി തീർന്നു. സാധാരണ പ്രിയജനാശ്ലേഷത്തിൽ നിന്നും വിഭിന്നവും ആർക്കും അഭികാമ്യവുമായ ബ്രഹ്മസായുജ്യമാണ് ഇവിടെ ഗോപികൾക്ക് കൈവന്നതെന്ന് ത്രിജഗത് സുന്ദരം ത്വാം എന്നതുകൊണ്ട് സൂചിതമാക്കുന്നു. ഭഗവാനിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ, അതായത് ഭഗവാനിൽ നിന്നുമുള്ള വിരഹം തീക്കട്ടയും സമാഗമം ശൃംഗാരമയനുമാണെന്ന് പ്രസിദ്ധമത്രേ. എന്നാൽ ഗോപികളുമായി ഉണ്ടായ ആ സമാഗമത്തിൽ അങ്കാരമയനായി തന്നെയാണ് ഭഗവാൻ ഉണ്ടായത്. അങ്കാരമയൻ എന്നാൽ തീക്കട്ട പോലെ ചൂടുള്ളത് എന്ന അർത്ഥം. അതായത് അടുത്ത് തന്നെ ഉണ്ടാകാനിരിക്കുന്ന വിരഹത്തെ സൂചിപ്പിക്കുന്നതോടൊപ്പം എങ്ങനെ കൂടുതൽ രമിപ്പിച്ചാൽ ആ വിരഹം തീയായി തീരുമോ അത്രമാത്രം രമിപ്പിച്ചു എന്ന് വർണ്ണിച്ച് സുഖത്തിന് മാറ്റുകൂട്ടുന്നതിന് അനുസരിച്ച് ദുഃഖത്തിന് കനം കൂടും എന്ന തത്വം പ്രകടിപ്പിക്കുകയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഗോപികൾ ഭഗവത് ഭക്തകളാണ്. അതിലും വിശേഷിച്ച് രാധ നിഷ്കളങ്ക ഭക്തിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഭഗവൻ മനസ്സ് അവളിൽ തന്നെ ലയിച്ചിരിക്കുന്നു. നോക്കൂ, ഭഗവാന്റെ ഭക്തദാസത്വം. യഥാശക്തി ആരാധിക്കുന്ന ഏവർക്കും ഈ ആനുകൂല്യം കിട്ടാതെ വരില്ല എന്നുറച്ച് രോഗശാന്തി നൽകണേ എന്ന് കവി അർത്ഥിക്കുന്നു. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ 29-ാം അധ്യായത്തിൽ 17-ാം ശ്ലോകം മുതൽ 46-ാം ശ്ലോകം വരെയുള്ള ഭാഗം ഈ 66-ാം ദശകത്തിൽ, അതായത് നാരായണീയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ധന്യവാദ.